ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി ഞാൻ. Ryan, is that vehicle yours? എന്റെ വണ്ടിയാണ് സാറേ, പക്ഷെ അതെങ്ങനെ അവിടെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. What about the material inside, the illegal material? Was that yours? എന്റേതാണ്. Officer, go for the cuffs. ഓഫീസർ സംസാരിക്കണ കറക്റ്റ് അവന്മാര് മറ്റേ അതിന്റെ മണ്ടേ വന്ന ആ വണ്ടി ഇവിടെയാണ് കിടന്നത്. ഇവിടെ നിന്ന് എങ്ങനെ അവന്മാര് സെർച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. അതെങ്ങനെ എനിക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എനിക്കതാണ് അറിയേണ്ടത്, എനിക്കതാണ് മനസ്സിലാവാത്തത്. എവിടെയാടാ നീ? അളിയ ഞാൻ കണ്ണ് വാങ്ങിക്കാൻ നിക്കണ്. 5001, അതായത് ഒരു ചെറിയൊരു വീട്. അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ വണ്ടി വിളിച്ച്, അളിയ വണ്ടി വന്നത് 5021 ബ്ലാക്ക് മണി 5 കോടി, പിന്നെ ഗണ്ണ്, ബുള്ളറ്റ്, ഫുഡ്, വാട്ടർ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ലോക്ക് ചെയ്തിട്ട് ഞാൻ എന്തിനത് അണ്ണാത്ത GMC വിളിച്ചിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ സ്ട്രില്ല് വിളിച്ചിട്ട് പറഞ്ഞ അണ്ണാ പീടി വന്ന്, അണ്ണ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വിളിച്ച് അവന്റെ പേര് ചോദിച്ചു കൂലാണ്ട്. ഞാൻ പേര് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാളിയാ പെട്ടെന്ന് മറ്റേ ബെല്ലാരി രായൻ റിപ്പോർട്ട് ടു പീടി എന്ന്. ഞാൻ ചോദിച്ചത് എന്തിനെന്ന് പറഞ്ഞിട്ട് ഞാൻ പീടി പോയപ്പോ നിങ്ങളെ വണ്ടിയാണെന്നും പറഞ്ഞിട്ട് എന്റെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോടാ, എന്നെ അതിന്റെ അകത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് 30 കമ്മ്യൂണിറ്റി തന്നങ്ങ് വിട്ടറാ. അവിടെ ലോക്ക് ചെയ്ത വണ്ടി ഇവന്മാര് കുത്തി തുറന്നു. ആ വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ ഫുള്ള് എടുത്തിട്ട് വണ്ടി കുത്തി തുറക്കണമെങ്കിൽ മിനിമം അവിടെ ഒരു സിറ്റുവേഷൻ നടക്കണ്ടേ? നടക്കണം. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല. 15 കോടി ബ്ലാക്കിന്റെ വർത്തുണ്ട്. വാടാ ഇറങ്ങില്ല ആട്ടപടി. അപ്പൊ പിന്നെ സ്ഥലത്തിന് പറയാൻ ചാൻസ് ഇല്ല. 3 ടയറല്ലേ ഉള്ളൂ. ഇത് പോലീസുകാരോടുള്ള പ്രതികാരമല്ല, ഇത് നമ്മളോടുള്ള പ്രതികാരമാണ്. ഞാൻ ഒരു കാര്യം പറയാം, നേരെ PD പോയിട്ട് ഏതെങ്കിലും പോലീസ് ഉണ്ടെങ്കിൽ 500 വെച്ചോട് സാധനം വെളി കിട്ടും. ബൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാ, കുറച്ചുകൂടെ പൈസ ഇപ്പൊ കാറാക്കി വേണ്ടി. സൂര്യ ഉദിക്കുന്നുള്ളൂ. സൂര്യൻ നേരത്തെ കണ്ടില്ലേ? അതാണ് നമ്മുടെ ഐശ്വര്യം. അടിപൊളി. പണ്ടത്തെ ചന്ദ്രൻ അങ്ങനെയൊന്നുമില്ല. 5 വീഡിയോ 10 വീഡിയോ. അപ്പൊ ഒരുത്തനെ നോട്ട് ഇട്ടപ്പോ കൊണ്ടേ വരൂ. അത് ചന്ദ്ര ബോസ്. ഇതേതോ കാപടിക്ക് പോ. ചന്ദ്രു മാസ്ക് ഉണ്ടോ? മാസ്ക് അല്ല മോന്തെ കിടക്കുന്നേ. ഇത് ആ മാസ്ക് അല്ല, മറ്റേ മുഖത്തിന് ചാക്കുണ്ടോ? മൊത്തം ചാക്ക് എന്റെ ഉണ്ടായിരുന്നു. ഏതൊരു തെണ്ടി ഞാൻ ഒരു കാര്യം പറ്റും, ഒരു ചാക്ക് ഒപ്പിച്ചാലേ ഏതെങ്കിലും പിടിക്കാരെ ഇതുപോലെ വെടിവെച്ചെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് നൈസായിട്ട് ചാക്കിട്ട് പിടിച്ചോണ്ട് വരാം നമുക്ക്.
നമ്മുടെ 3 പേരും കയ്യിൽ ചാക്ക് വെച്ചിരിക്കണം. അവരെ കൂടെ നിന്ന് അവരെ തന്നെ ചാക്കിട്ട് വെച്ചിട്ട് അതിൽ ഒരുത്തനെ എടുത്തോണ്ടങ്ങ് പോണം. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്, നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചാക്ക് എവിടെ നിന്ന് എവിടുന്നാ കിട്ടുന്നേ? എടേ ചാക്ക് എവിടെ നിന്ന് ഈ ചാക്ക് എവിടെ വാങ്ങിയോണ്ട് ചാക്ക് 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 എവിടെ വാങ്ങിയോണ്ട് ചാക്ക് 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 കൂടെ പറഞ്ഞേ രണ്ട് കൽപ്പിച്ച് വേറെ വഴി 2 കൽപ്പിച്ച് മാഡത്തിനെ വിളിച്ചോണ്ട് ഇതിന്റെ പുറത്തോട്ട് ഇറക്കി ഇപ്പൊ ശരിയാക്കി തരാം. വിളച്ചിലിറക്കല്ലേ മാഡം 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 റേഡിയോ ഓഫ് കൊന്നോളെ. റേഡിയോ ഓഫ് ആക്കിനെ കൊല്ലും. വേറെ ഒരു അപ്പീലില്ല. വേറെ എന്റെ കയ്യിൽ നിന്ന് മാഡം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡം അറിയാല്ല, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. നഷ്ടപ്പെടാൻ മാഡത്തിന് കുറെ കാര്യമുണ്ട്. നഷ്ടപ്പെടാൻ എനിക്കൊന്നും ഇല്ലാത്തവനാ ഞാൻ. ആളെ ലിസ്റ്റ് റെഡി ആക്കി വെച്ചോ. ലിസ്റ്റ് റെഡിയാണ്. മാഡം നമ്മുടെ ആൾക്കാരൊരു 7 പേരുണ്ട്, ഒരു 10-15 പേരുണ്ട്. എല്ലാരും ഇവിടെ സൈഡിലും അപ്പുറത്തെ കാട്ടിലൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ വിളച്ചിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാഡത്തിന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇങ്ങോട്ട് പറയുന്നത് നമ്മളൊരു ഡിമാൻഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ആ വണ്ടി ഓഫീസേഴ്സ് എടുത്തത് പ്രോപ്പർ ആയിട്ടല്ല മാഡം. അതുകൊണ്ട് എനിക്ക് ആ വണ്ടി തിരിച്ചു വേണം. അതിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം കസ്റ്റഡിയിലാക്കി എനിക്ക് ആ സാധനം വേണം. നമ്മൾ പറഞ്ഞ സാധനങ്ങൾ വിത്തിൻ 20 മിനിറ്റ്സ് മാക്സിമം മാഡം. അതായത് 20 മിനിറ്റ്സ് ഷാർപ്പായിരിക്കും നമുക്ക്. അതിനുള്ളിൽ നിങ്ങൾ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വൈറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മളുടെ പിടിച്ചെടുത്ത വാല്യൂ അത് വൈറ്റ് മണിയിലായാലും നമുക്ക് വേണം. ഓ ചന്ദ്ര, അത് നമ്മളാണ് പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും രായനെതിരെ വിളിക്കൂലേ കേസ്? രാവിലെ വിട്ടതല്ലേ രാവിലെ രായനെതിരെ പിടിച്ചാൽ അവന് എന്തേലും കുറച്ച് പെറ്റിയ കമ്മിറ്റി എല്ലാം കൊടുക്കും. നമ്മളെന്നെ കൂട്ടിക്കൊട്ടാ ബാബു. അവരെന്ത് ചെയ്യും? നമ്മൾ പിടിക്കാൻ വരും. നമുക്ക് ഒളിച്ചു കിടന്നാ പോരെ? ഗ്യാങ്ങിന് കുറച്ച് ദിവസം ഒളിവിൽ പോടാ. എത്ര ഗ്യാങ് മൊത്തത്തിൽ ഒളിവിൽ പോകാനോ? കുറച്ച് ദിവസം പോ. നീ 12-ാം തീയതി ടാർഗറ്റ് മാറ്റി തരണമെങ്കിൽ മറിച്ചേരാം. എന്നാ കുഴപ്പമില്ല. ഓക്കെ എടാ ആലോചിച്ച് നോക്കുക, ഒരു നമ്മുടെ ഗ്യാങ് മൊത്തം വാണ്ടഡായിട്ട് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച്. സാറേ ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അതേപോലെ ഞങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു വേണം. സാർ അതിന് താങ്കൾക്ക് എന്ത് നഷ്ടമാണ് 100 കോടി? ഐ മീൻ 100 crores. എന്റെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലി മാർഷലാണ്. കയോപാലം കയറി ബ്രിഡ്ജ് അതിന്റെ എൻഡിലാണ് ഞങ്ങളുള്ളത്. നമ്മൾ 2 പേര്, നോ ഹെലികോപ്റ്റേഴ്സ്, നോ അതർ വെഹിക്കിൾസ്. ഓക്കെ, നിങ്ങൾ വേറെ 2 ഓഫീസേഴ്സ്. ഇത് എന്തേലും പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ സാറേ നിങ്ങളുടെ ഓഫീസറിന്റെ ജീവൻ പോകും. അതിൽ ഒരു ഇല്ല സാറേ. വേറെ എന്തേലും നമുക്ക് മണത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേലും വേറെ പീടി വരുന്നുണ്ടെന്ന അല്ലെങ്കിൽ വേറെ എന്തേലും പരിപാടി ഉണ്ടെന്ന മണത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കൊന്നിട്ട് നമുക്ക് സ്കൂട്ടാവടാ. പൈസ വേണ്ട നമുക്ക്. അങ്ങനെയാണെങ്കിൽ എന്തേലും പരിപാടി നമ്മളെ മൂഞ്ചിക്കാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കളയണോ? ഞാൻ ഒരാൾ അവന്റെ കൂടെ നിൽക്കണേ. അളിയ 5 വണ്ടി അകത്ത് കയറി വരുന്നുണ്ട്. 5 വണ്ടി അകത്ത് കയറി വരുന്നുണ്ട്. സാറിന് കൈ വെക്കേ. എന്തായാലും സാറേ അവസ്ഥയാണ്. സാറ് അവസ്ഥയാണ്. കൊണ്ടുവന്നു നമ്മൾ സേഫ് ആയിട്ട് എല്ലാം നടന്നതിന് ശേഷം സാറിനോട് വെറുതെ വിടും. സാറിന് ഹെഡ് ബാഗ് ഇട്ടേ. ഈ വണ്ടി ബാക്കി കൊണ്ടുപോയിട്ട് എല്ലാ സാധനം എടുത്ത് ട്രാൻസ്ഫർ ചെയ്തേ. നമ്മുടെ സാറിന് ഇപ്പൊ അഴിച്ചു വിടുന്നതായിരിക്കും. ഒരു 2 മിനിറ്റ് കൂടി. ഓക്കെ പ്രഭു ലീഡല്ലേ? എല്ലാം ഓക്കെ അല്ലേ പ്രഭു? ആ ഓക്കെ വാ. അണ്ണനെ മുതുക്കി ഇറക്കണം പറ. നീ എന്നെ മുതുക്കി ഇറക്കും. തെറ്റ് എന്റെ പൈസ എല്ലാം തിരിച്ചു കിട്ടി. ഒരുത്താനും ഒന്നും മുട്ടുപോലെ ഇവിടെ മനസ്സിലായ
വേണ്ട, രാവിലെ അവന്മാര് കൊണ്ടുപോയി, രാത്രി തിരിച്ചുകൊണ്ട് വന്നു. ഒളിച്ചു കളിക്കാൻ പണ്ടത്തെ പോലെ മറ്റേ ചന്ദ്രൻ ബസ് പറച്ചന്ദ്രനല്ലോ ഇത്, TSS പീഡിയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഗ്യാങ് ഹൗസും സംഭവങ്ങളെല്ലാം പീഡി ബ്രീച്ച് ചെയ്യും, ഉറപ്പാണ്. നമ്മുടെ കാരണം അറിയാല്ല, നമ്മുടെ പേര് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് സാധനങ്ങൾ മാറ്റിയിട്ട് കുറച്ച് ദിവസം നമ്മൾ മുങ്ങി കിടക്കണം, അത്രേ ഉള്ളൂ.